അധികാരത്തിലെത്തിയാൽ ഇലക്ടറൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മാറ്റങ്ങളോടെയാകും ബോണ്ട് തിരികെ കൊണ്ടുവരിക. ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിയ സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ രാജ്യവ്യാപക പ്രചാരണം നടത്തുന്നതിനിടയിലാണ് ഇലക്ട്രൽ ബോണ്ടിനെ ന്യായീകരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നത്. ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരും. പുതിയ രൂപത്തിലാകും ബോണ്ട് തിരികെ കൊണ്ടുവരുന്നത്. ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കും. സുതാര്യത ഉറപ്പാക്കി കള്ളപ്പണം ബോണ്ടുകളിലേക്ക് എത്തുന്നത് തടയും. സുപ്രീം കോടതി റദ്ദാക്കിയ ഇലക്ട്രൽ ബോണ്ട് സുതാര്യമായിരുന്നു. സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ട് നടപടികൾ സുതാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇതേ നിലപാടാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത്. റിപ്പോർട്ടർ, ദില്ലി.